ശൈശവം, ബാല്യം, കൗമാരം, അത് കഴിഞ്ഞിട്ടാണല്ലേ യൗവനം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ അവൻ എന്തറിയാം? അവൻ ആകെ അറിയാൻ പറ്റുന്നത് എന്താണ്? അമ്മയുടെ മുലപ്പാലിന്റെ മാധുര്യം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നായിട്ട് പഠിക്കുന്നത്. ആദ്യം മുട്ടിലെഴയാൻ പഠിക്കുന്നു, പിന്നെ പതിയെ പതിയെ നടന്നു തുടങ്ങുന്നു, പിന്നെ ഓടി തുടങ്ങുന്നു, പിന്നീട് അമ്മ അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൻ തറ പന പറ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തുടങ്ങുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ആദ്യം ഇതിനിറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയായിരുന്ന? ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമുക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇതെല്ലാം മറിച്ചിടാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഈ മല മറിച്ചിടാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണ് അല്ല, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലേ. നമുക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളൊരു വലിയ പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് മാറൂല. അതിന് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ പഠനവും. ഇതിനെ ഓരോ റാങ്ക് ഫെയിലുകൾ ചിലപ്പോൾ പഠിക്കണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന പുസ്തകങ്ങൾ പഠിക്കണമായിരിക്കാം, അല്ലെങ്കിൽ ഓരോ ന്യൂസുകൾ കാണണമായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതണമായിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോ പടിപടിയായിട്ടാണ് ഈ കാണുന്ന എല്ലാ ജോലിക്കാരും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കും ഇതുപോലെ തന്നെ ഓരോ പടിപടിയായിട്ട് നമുക്ക് എത്താം. ഒറ്റ രാത്രി കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഞാൻ മുന്നേ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആരും നിരാശരാകരുത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കും പിന്നെ നമ്മുടെ സ്മാർട്ട് വർക്കും കൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു നാൾ എത്തിച്ചേരും. നമ്മുടെ വിക്രമാദിത്യ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിൽ ആദിത്യന്റെ ജീവിതം അവസാനം പരീക്ഷയിൽ, സിവിൽ സർവീസ് പരീക്ഷയുടെ ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആ മുകളിൽ സ്റ്റെപ്പിൽ പോയി നിന്ന് കരയുന്ന ഒരവസ്ഥ. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഒരു ദിവസം, ഏതൊരു ആൾക്കും ഒരു ദിവസം ഉണ്ടാവും. അതുപോലെ നമ്മുടെ ദിവസം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ആദ്യത്തെ ക്ലാസ്സിൽ പാർട്ട് ഓഫ് സ്പീച്ച് പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിന് ഓക്സിലറി വെർബ് പഠിച്ചു. ഓക്സിലറി വെർബൊക്കെ ഓർമ്മ ഉണ്ടടേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ച ഓക്സിലറി വെർബ് 2 ഫാമിലിയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൈമറി ഓക്സിലറിയും, രണ്ട് പാർട്ടാണ്, പ്രൈമറി ഓക്സിലറിയും പിന്നെ മോഡൽ ഓക്സിലറിയും. പിന്നെ അതിൻ്റെ ഫാമിലീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? പഴയ വീഡിയോ ഒന്ന് എടുത്ത് ക്ലാസ് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ടെൻസസ് ആണ്, അല്ലേ? കാലം. ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോഴേ ഞാൻ ഈ ടെൻസിലേക്ക് എത്താനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പാർട്ട് ഓഫ് സ്പീച്ചും പിന്നെ ഓക്സിലറി വെർബും ഇതൊക്കെ പറഞ്ഞത് ഈ ടെൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന 3 കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പം കർത്താവ്, ക്രിയാകർമ്മം, വേറെ ഒന്നുമില്ല. ഇപ്പം രാമൻ രാവണനെ കൊന്നു. ഇതിലേതാണ് കർത്താവ്, ക്രിയാകർമ്മം അല്ലെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്? അതായത് പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ്. അപ്പൊ രാമനാണ് പ്രവൃത്തി ചെയ്തത്, അപ്പൊ രാമനാണ് സബ്ജക്റ്റ്. ഇനി എന്താണ് പ്രവൃത്തി? കൊന്നു. അപ്പൊ അതാണ് എന്ത്? വെർബ്, അല്ലേ? അപ്പൊ ക്രിയ. ഇനി എന്താണ് അനുഭവിച്ചത് അല്ലെങ്കിൽ ഈ കർമ്മം അല്ലെങ്കിൽ ഈ ഫലം അനുഭവിച്ചതിന് കർമ്മം എന്ന് പറയും. അതാണ് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഈ ഫലം അനുഭവിച്ച സംഭവത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് എന്തോന്ന്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. നമ്മൾ ഈ ടെൻസസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ 3 കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസിലേക്ക് കിടക്കാം. ടെൻസ് 3 തരത്തിലാണ്. അപ്പം ടെൻസ് അല്ലെങ്കിൽ കാലങ്ങൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പം ടെൻസ് അല്ലെങ്കിൽ കാലങ്ങൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഈ എല്ലാത്തിനെയും, ഈ 3 ഇതിനെയും നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതായത് പ്രസന്റ് ടെൻസിനെ 4ആയിട്ട് തിരിക്കാം, പാസ്റ്റിനെ 4ആയിട്ട് തിരിക്കാം, ഫ്യൂച്ചർ ടെൻസിനെ 4ആയിട്ട് തിരിക്കാം. ഓക്കെ, അപ്പം ടോട്ടൽ എത്ര ടെൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 4 × 3 12. 12 ടെൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, 3 പ്രസന്റ് പെർഫെക്റ്റ്, 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് പഠിക്കാം,
പിന്നെ ഫ്യൂച്ചർ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പം പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും പഠിക്കാം, പാസ്റ്റ് ടെൻസും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആദ്യം പറഞ്ഞ ഓക്സിലറി വെർബ് ആവശ്യമാണ്. ഓക്കെ, അപ്പം പ്രസൻറ്റ് ടെൻസിന് എത്രയായിട്ട് തിരിക്കാം? 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതിക്കോ. സിമ്പിൾ പ്രസൻറ്റ് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൗസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്താലും മതി. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുന്നതിന് മുന്നേ ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബിൻ്റെ ഡു ഫാമിലി നിങ്ങൾക്ക് ഓർമ്മ വേണ്ട? ഡു ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. ഓക്കെ, അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാമിലിയാണ് ഡു ഫാമിലി. ഓക്സിലറി വെർബിലെ ഡു ഫാമിലി, പ്രൈമറി ഓക്സിലറിയിലെ ഡു ഫാമിലി. അപ്പം ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ആ എക്സാമ്പിൾ വെച്ച് പഠിക്കാം അല്ലേ? എഴുതിക്കോ. ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ. അടുത്ത രണ്ടാമത്തത് ജിത്തു ആൻഡ് മനു ഈറ്റ്സ് ആൻ ആപ്പിൾ. മൂന്നാമത്തത് ഈറ്റ് ആൻ ആപ്പിൾ. വി ഈറ്റ് ആൻ ആപ്പിൾ. ഓക്കെ, ഇതെല്ലാം എഴുതിയല്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റിനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പോൾ ജിത്തു അടിയിൽ വരച്ചിട്ട് സബ്ജക്റ്റ് എന്ന് എഴുതുക, ഈറ്റ്സിൻ്റെ അടിയിൽ വരച്ചിട്ട് വെർബ് എന്ന് എഴുതുക, ആൻ ആപ്പിളിൻ്റെ അടിയിൽ വരച്ചിട്ട് ഒബ്ജക്റ്റ് എന്ന് എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ അതേപോലെ ചെയ്. ജിത്തു ആൻഡ് മനു, ഇത് രണ്ടുമാണ് സബ്ജക്റ്റ്. ഈറ്റ്സിൻ്റെ അടിയിൽ വരച്ചിട്ട്, ഈറ്റിൻ്റെ അടിയിൽ വരച്ചിട്ട് വെർബ് എന്ന് എഴുതുക, ആപ്പിളിൻ്റെ അടിയിൽ വരച്ചിട്ട് ഒബ്ജക്റ്റ് എന്ന് എഴുതുക. ഇനി മൂന്നാമത്തത് ദേ ഇതേപോലെ മാർക്ക് ചെയ്യും. ദേ ഈറ്റ് ആൻ ആപ്പിൾ, അതേപോലെ മാർക്ക് ചെയ്യും. വി ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോം അല്ലെങ്കിൽ ഈ ടെൻസിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോമിലേക്ക് നമുക്ക് എത്താമല്ല. അപ്പം സബ്ജക്റ്റ് പ്ലസ് അല്ലെങ്കിൽ ജിത്തു പ്ലസ്, ഓക്കെ എഴുതിക്കോ, സബ്ജക്റ്റ് പ്ലസ്. ഇനി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ എന്താണ്? വെർബ് അല്ലേ? വെർബിൻ്റെ ഏത് രൂപമാണ്? ഓക്സിലറി വെർബിൻ്റെ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വെർബ് ഏതാണ് ഇവിടുത്തെ? ഈറ്റ്. ഇനി താഴത്തെ നോക്കുകയാണെങ്കിൽ ഈറ്റ്സ്, അല്ലെങ്കിൽ ആദ്യത്തെ ഈറ്റ്സ്, രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഈറ്റ്. ഇനി നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈറ്റ് നിങ്ങൾ എഴുത്, നിങ്ങൾ ബുക്കിൽ എഴുത്, ഞാൻ പറയണതിൻ്റെ കൂടെ തന്നെ എഴുത്. ഈറ്റ്, അതിൻ്റെ താഴെ ഈറ്റ്സ് എന്ന് എഴുത്. ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണേ. ഇതെന്ന് വെച്ചാൽ ഒരു സംഭവം ഇതിൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ആ അള്ളിപ്പിടിച്ചിരിക്കുന്ന സാധനത്തിന് നമ്മളൊരു സൈഡിലൊക്കെ എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈറ്റ്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈറ്റ് കിട്ടും പ്ലസ് ഡസ് കിട്ടും. അപ്പോൾ ഈറ്റിൻ്റെ കൂടെ ഏത് ചേർന്ന് നിന്നപ്പോഴാണ് ഈറ്റ്സ് ഉണ്ടായത്? ഡസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈറ്റ്സ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈറ്റ് പ്ലസ് ഡസ്. ഓക്കെ, ഇനി അടുത്ത ഈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. ഈറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈറ്റ് പ്ലസ് ഡു. ഓക്കെ, അപ്പം ഡു എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് കിടക്കുകയാണ്. അപ്പം ഈറ്റ് പ്ലസ് ഡു. അപ്പം നമുക്ക് ഡു എന്നും കിട്ടി, ഡസ് എന്നും കിട്ടി. ഓക്കെ, കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, വേറെ ഒന്നുമില്ല. വെർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഏതോ ഒരു സാധനം ഇപ്പം നമുക്ക് ഈറ്റ് എന്ന് പറഞ്ഞ വെർബ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? അതിൻ്റെ കൂടെ ഏതോ ഒരു സാധനം കൂടെ ചേർന്ന് നിന്നപ്പോഴാണ് ഈറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത്, അത് ഡസ് ആണ്. ഓക്കെ, ഇനി ഈറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ ഒരു ഡു എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ചേർന്ന് നിന്നപ്പോഴാണ് ഈറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ആ ഡു കിട്ടി. ഓക്കെ, അപ്പം സബ്ജക്റ്റ് പ്ലസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപം സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് അല്ലേ? ഡു ഓർ ഡസ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പം സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഒരു 2-3 എക്സാമ്പിൾ എഴുത്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടു. ഇപ്പം എൻ്റെ പേരിനെ കൊടു അനന്തു. ഏതെങ്കിലും ഒരു വെർബ് അനന്തു എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം കൂടെ പറയേണ്ടതുണ്ട്, എങ്കിലും നിങ്ങൾക്കത് ക്ലിയർ ആവും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് സിംഗുലറും പ്ലൂറലും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഞാൻ മാത്രമാണെങ്കിൽ, അനന്തു മാത്രമാണെങ്കിൽ ഞാനൊരു സിംഗുലറാണ്, അല്ലെങ്കിൽ ഏകവചനമാണ്. ഇനി അനന്തവും മനുവും ജിത്തുവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 പേരായി. അപ്പോൾ എന്തായത്?
ഒരു പ്ലൂറൽ ഫോമായി അല്ലേ. ഇനി ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലൂറൽ ഫോമാണ്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ, അവർ എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അപ്പോൾ അതെന്താണ്? ഒരു പ്ലൂറൽ ഫോമാണ്. ടീച്ചർ, ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗുലർ ഫോമാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പ്ലൂറൽ ഫോമാണ്. ഇനി ചിൽഡ്രൻ, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോമാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയാത്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് എഴുതുക? ഒരു എക്സാമ്പിൾ എഴുതുക. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസിൻ്റെ രൂപവും, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഡൂവിൻ്റെ രൂപവും ഉപയോഗിക്കുക. അത് ഒരു കോളത്തിൻ്റെ അകത്ത്, ഇതെല്ലാം ഒരു കോളത്തിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടിരിക്കണം. ഏതൊക്കെ? ഈ പറഞ്ഞ ഫോം, സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് ഒബ്ജക്റ്റ് എന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസും, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഡു എന്നും അതും കൂടെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിയ ആദ്യത്തെ എക്സാമ്പിളിൽ ജിത്തു കഴിഞ്ഞിട്ട് ഈറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ സാധനമാണ്. ഏത്? ഇതിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുക. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിത്തു തന്നിട്ട് ജിത്തു ഈറ്റ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞ് തന്നിരിക്കും. ഇതിലുള്ള തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് തെറ്റ്? ഈറ്റ് എന്ന് പറയുന്നതാണ് തെറ്റ്. കാരണം ജിത്തു എന്ന് പറഞ്ഞാൽ സിംഗുലറിൻ്റെ കൂടെ ഏത് വരണം? ഡസിൻ്റെ രൂപമാണ് വരേണ്ടത്. അപ്പോൾ ഈറ്റ്സ് ആണ് വരേണ്ടത്. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ.